ഓക്കെ. സോ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇന്നലെ ക്ലാസ് ഇല്ലാത്ത ന്യൂ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ഇന്നലത്തെ ക്ലാസ് കേട്ടതല്ലേ? ഓക്കെ. സോ നമുക്കിന്ന് നെക്സ്റ്റ് ഫേസ്, ഓക്കെ, അതായത് മൗര്യൻ പീരീഡ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കാരണം ഇന്നലെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? വേദിക് ഏജ് അല്ലെ? വേദിക് ഏജ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൗര്യൻ പീരീഡ് ആണ്. മൗര്യൻ പീരീഡിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, മൗര്യ കാലഘട്ടത്തിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ മൗര്യൻ എംപയർ എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇവരുടെ കംപ്ലീറ്റ് എംപയറിനെ സെവറൽ സ്റ്റേറ്റുകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റുകളെയാണ് നമ്മൾ ജനപദാസ് എന്നാണ് വിളിക്കുക. ഈ ജനപദാസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു വില്ലേജസ്, അങ്ങനെയാണ് ഓർഡർ. ദാറ്റ് മീൻസ് ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു എന്താണ് വേദിക് ഏജിന്റെ സമയത്ത് എന്താണ് സംഭവിച്ചത്. വേദിക് ഏജിന്റെ സമയത്ത് ജനാസ് ഫോം ചെയ്തു. ജന എന്ന് പറയുമ്പോൾ എന്താ? ഒരു ട്രൈബൽ അല്ലെ, ഒരു ട്രൈബൽ കൾച്ചറാണ് ജനാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ട്രൈബൽ ഗ്രൂപ്പ്. ആ ട്രൈബൽ ഗ്രൂപ്പിന്റെ ഹെഡ് ആയിരുന്നു ആര്? രാജൻ എന്ന് പറയുന്നത് അല്ലെ. രാജൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിൽക്കാലത്ത് ഈ ഒരു ലേറ്റർ വേദിക്കിന്റെ സമയത്ത് നമ്മുടെ ഒരു മഹാജനപദാസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് പീരീഡ് നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് മീൻസ് ഇത്തരമുള്ള ജനാസ് കൂടി ചേരുമ്പോൾ എന്താവുന്നു? ജനാസ് കൂടി ചേർന്നിട്ട് അത് ജനപദാസ് ആവുന്നു. ഓക്കെ, ഈ ജനപദാസ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? മഹാജനപദാസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിൽ പ്രൊമിനന്റ് ആയിട്ട് നമുക്ക് 16 മഹാജനപദാസ് ആണ് ഉണ്ടായിരുന്നത്. 16 മഹാജനപദാസ് ആണ് ഉണ്ടായിരുന്നത്. ആ 16 ജനപദാസിലെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു മഹാജനപദയാണ് മഗധൻ എംപയർ എന്ന് പറയുന്നത്. ഓക്കെ, മഗധ. ഈ മഗധ കേന്ദ്രീകരിച്ചിട്ടാണ് പിന്നീട് ഒരു ഇന്ത്യയില് ഒരു എന്താ പറയാ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നത്. മഗധ കേന്ദ്രീകരിച്ചിട്ടാണ് ഒരു രാജവംശം ഒക്കെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരു എംപയർ എന്നൊക്കെ പറയില്ലേ, ഇന്ത്യയിൽ ഒരു കംപ്ലീറ്റ് എംപയർ ഒക്കെ ബിൽഡ് ചെയ്യുന്നത് ഈ ഒരു മഗധ കേന്ദ്രീകരിച്ചിട്ടാണ്. അങ്ങനെ മഗധ കേന്ദ്രീകരിച്ചിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു എംപയർ ആണ് നമ്മുടെ ദ മൗര്യൻ എംപയർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഗുപ്ത, ദെൻ പോസ്റ്റ് ഗുപ്തയിൽ ശതവാഹന, രാഷ്ട്രകൂട, അങ്ങനെയൊക്കെ ഒരുപാട് എംപയേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് മൗര്യൻ എംപയർ ആണ്. ദെൻ അതുപോലെ തന്നെ എന്താണ് ഗുപ്ത എംപയർ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്കറിയാം ഇത് ഏകദേശം ഒരു സെൻട്രൽ ഇന്ത്യ അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യ ആ ഒരു ഭാഗത്താണ് പ്രധാനമായിട്ടും ഇത്തരം എംപയേഴ്സ് ഉണ്ടായിരുന്നത്. സൗത്തിലേക്ക് അവർ വല്ലാണ്ട് എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. സൗത്തിലേക്ക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള, തമിഴ്നാട് ആ ഒരു ഭാഗത്തേക്കൊന്നും പ്രധാനമായിട്ടും എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. അവിടെ ഭരിച്ചിരുന്നത് അപ്പോഴും ചോളാസും ചേരാസും പാണ്ഡ്യാസുമാണ്. അപ്പൊ അതിൽ നമുക്ക് ചോളാസിന്റെ ആണ് പിന്നീട് സൗത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞു മഹാജനപദാസ് ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞല്ലേ, മഹാജനപദാസ്. സോ ഈ ഒരു മഹാജനപദാസിന്റെ ഒരു കാലഘട്ടം നമ്മൾ നോക്കുവാണെങ്കിൽ, ഒരു മിനിറ്റ്, ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊരു ഹിസ്റ്ററിയാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി മൗര്യൻ പീരീഡിലെ
പ്രധാനമായിട്ടുണ്ടായിരുന്ന വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താണ് പ്രധാനമായിട്ടും ഒരു ക്യാപിറ്റൽ, ഒരു സ്റ്റേറ്റിന് ഒരു ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ക്യാപിറ്റൽ കേന്ദ്രീകരിച്ചിരുന്നത് എവിടെയാണ്? ഇത്തരത്തിലുള്ള മഹാജനപദാസ് കേന്ദ്രീകരിച്ചാണ് അവരുടെ സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും ടോപ്പസ്റ്റ് ലെവൽ ആരാണ്? മഹാജനപദാസ്. ഓക്കെ, മഹാജനപദാസ് ആണ് ഉള്ളത്. അത് ഈ മഹാജനപദാസിന്റെ അടുത്താണ് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി എല്ലാം തന്നെ ഫോം ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു മഹാജനപദയാണ് മഗധ. അപ്പൊ അവിടെ ക്യാപിറ്റൽ എവിടെയായിരിക്കും? മഗധ ആയിരിക്കും. മഗധ കേന്ദ്രീകരിച്ചിട്ടാണ് അവരുണ്ടാവുക. ഈ മഹാജനപദാസിലാണ് ക്യാപിറ്റൽ ഉള്ളത്. ഇവിടെ ആരുടെ കൺട്രോൾ ആയിരിക്കും? ഇത് അണ്ടർ ദ കൺട്രോൾ ഓഫ് കിങ് ആണ് കേട്ടോ. അണ്ടർ ദ കൺട്രോൾ ഓഫ് കിങ്, രാജാവിന്റെ കൺട്രോളിലായിരിക്കും ഇതുണ്ടാവുക. ഓക്കെ, ദെൻ ഇതിന് താഴെയായിട്ട് നമുക്ക് എന്താണ് മറ്റു സ്റ്റേറ്റ്സുകൾ കാണാൻ പറ്റും, ഫർദർ സ്റ്റേറ്റ്സ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ മഹാജനപദ, അതിന്റെ താഴെ എന്താണ് മറ്റു സ്റ്റേറ്റുകൾ ഉണ്ടാവും. ഈ സ്റ്റേറ്റുകൾ കൺട്രോൾ ചെയ്തിരുന്ന മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് രാജകൂർ. ഓക്കെ, രാജകൂർ എന്ന് ഓർക്കുക. ഇതൊക്കെ NCERT ടേംസ് ആണ്, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഏറ്റവും ടോപ്പിൽ മഹാജനപദ, താഴെ സ്റ്റേറ്റ്സുകൾ ഉണ്ട്. സ്റ്റേറ്റ് കൺട്രോൾ ചെയ്തിരുന്നത് രാജകൂർ ആണ് കേട്ടോ. ഈ രാജകൂർ എന്ന് പറഞ്ഞ വ്യക്തി റോയൽ ഫാമിലിയിൽ നിന്നും സെലക്ട് ചെയ്യുകയായിരുന്നു. ഓക്കെ, സോ ദിസ് രാജകൂർ വാസ് സെലക്ടഡ് ഫ്രം ദി റോയൽ ഫാമിലി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് പൊതുവായിട്ടുള്ള ഒരു നേച്ചർ നോക്കുകയാണെങ്കിൽ മൗര്യൻ പീരീഡ് ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ആയിരുന്നു. ഓക്കെ, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ആയിരുന്നു. സോ മഹാജനപദ, ദെൻ മഹാജനപദ എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്താണ്? സ്റ്റേറ്റ്സ് അല്ലെ. അപ്പം ദെൻ ദി സ്റ്റേറ്റ്സ് അഗൈൻ ഡിവൈഡഡ് ഇൻടു എന്താണ്? ജനപദാസ്. ഓക്കെ, ദെൻ സ്റ്റേറ്റ്സ് വർ ഫർദർ ഡിവൈഡഡ് ഇൻടു ജനപദാസ്. ഈ ജനപദാസിന്റെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ് സ്ഥാനികാസ്. സ്ഥാനികാസ്. ഓക്കെ, ദെൻ അതിന്റെ താഴെയാണ് എന്ത് വരുന്നത്? നമ്മുടെ വില്ലേജ് വരുന്നത്. ഓക്കെ, സോ വില്ലേജ് അണ്ടർ ഗ്രാമിണീസ്. വില്ലേജ് അണ്ടർ ഗ്രാമിണീസ്. ഓക്കെ, വില്ലേജ് ഗ്രാമിണീസിന്റെ അണ്ടറിലാണ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിച്ചത്? വി ക്യാൻ സി മൗര്യൻ പീരീഡിൽ മഹാജനപദാസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മഹാജനപദാസ് എന്ന് പറയുമ്പോൾ എന്താണ്? അണ്ടർ ദ കൺട്രോൾ ഓഫ് കിങ്. അവിടെയാണ് ആ ഒരു സ്റ്റേറ്റ്സിന്റെ ക്യാപിറ്റൽ എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതിന് താഴെ സ്റ്റേറ്റ്സുകൾ കാണാം. അതിന്റെ ഹെഡ് ആയിട്ട് ആരാ വന്നത്? രാജകൂർ. ഓക്കെ, ദെൻ ജനപദാസ് ഉണ്ട്, അതാരാണ്? സ്ഥാനികാസ്. ദെൻ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ബേസിക് ലെവൽ എന്ന് പറയും. ഓക്കെ, അത് ഗ്രാമിണീസിന്റെ അണ്ടറിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, വില്ലേജ് വർ അണ്ടർ ഗ്രാമിണീസ്. ഓക്കെ, ദെൻ നമ്മുടെ ഈ ഒരു മൗര്യൻ പീരീഡില് നിങ്ങൾ നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു മൗര്യൻ പീരീഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വില്ലേജുകളുടെ നേച്ചർ ആണ് ഇനി അടുത്തായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോണോമസ് ബോഡീസ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്തത്. ഓക്കെ, സോ വില്ലേജ് എന്താണ്? ഓട്ടോണോമസ് ബോഡീസ് ആയിരുന്നു. വില്ലേജ് എന്ന് പറയുമ്പോൾ അന്ന് ഓട്ടോണോമസ് ബോഡീസ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി അവിടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഇതാണ് നമുക്ക് സിലബസിൽ എടുത്ത് പഠിക്കേണ്ടത്. അപ്പൊ വില്ലേജ് ഓട്ടോണോമസ് ബോഡീസ് ആണെന്ന് പറഞ്ഞു. അതിൽ തന്നെ എന്താണ് ഇനി ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എങ്ങനെയാന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, സോ അവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവിടെ ഒരു മുനിസിപ്പൽ കൗൺസിൽസ് ഉണ്ടായിരുന്നു. ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. അപ്പൊ രണ്ട് രീതിയിലാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ക്ലാസ് ചെയ്യാൻ പറ്റുക. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് ലെവല് അല്ലെ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വില്ലേജ് ലെവല്. നമുക്ക് രണ്ട് രീതിയിൽ പറയാലോ, വില്ലേജ് ലെവലുണ്ട്, അതുപോലെ തന്നെ എന്താണ് മുനിസിപ്പൽ ലെവലുണ്ട്. ഓക്കെ, വില്ലേജ് ലെവലിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആരാണ്? ഗ്രാമിണീസ്. ഓക്കെ, ഇനി അടുത്തത് മുനിസിപ്പൽ ലെവൽ. അതായത് മുനിസിപ്പൽ ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്? സിറ്റി അഡ്മിനിസ്ട്രേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിവിടെ വില്ലേജ് ആണല്ലോ. സോ മുനിസിപ്പൽ ലെവൽ എന്ന് പറയുമ്പോൾ ഏതാണ്? സിറ്റീസ്. ഓക്കെ, സിറ്റീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സോറി, ഈ ഒരു മുനിസിപ്പൽ ലെവലിൽ നോക്കുമ്പോൾ അവിടെ 30 മെമ്പേഴ്സ് ഉള്ള ഒരു ടീം ഉണ്ടായിരുന്നു. ഓക്കെ, മുനിസിപ്പൽ ലെവലിൽ അറൌണ്ട് 30 മെമ്പേഴ്സ് ഉള്ള ഒരു കൗൺസിലാണ് ഉള്ളത്. 30 മെമ്പേഴ്സ്. ഓക്കെ, ഈ 30 മെമ്പേഴ്സിനെ നമുക്ക് 6 കൗൺസിലുകളാക്കി തിരിക്കാം. ഓക്കെ, 30 മെമ്പേഴ്സ് ആണ്. സോ ആ ഒരു 30 മെമ്പേഴ്സിനെ നമുക്ക് ഡിവൈഡഡ് ഇൻറ്റു 6
കൗൺസിൽസ്, 6 കൗൺസിൽസ് ആക്കി തിരിക്കാം. ഓക്കെ, ഈ 6 കൗൺസിൽസിൽ മൊത്തം എത്ര പേരുണ്ടായിരുന്നു? 5 മെമ്പേഴ്സും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം മൊത്തം 30 മെമ്പേഴ്സ്, അതിൽ 6 കൗൺസിൽസ് എന്താണ്? 5 മെമ്പേഴ്സ് ആയിട്ട്. സോ 5 into 6 30 മെമ്പേഴ്സ്. ഓക്കെ, ഇനി ഇവിടെ പ്രധാനപ്പെട്ട ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള ടാക്സ് കളക്ഷൻ, ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ക്രാഫ്റ്റ്, ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ഇവരാണ് ഡീൽ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ ആണ്, എന്താ പറഞ്ഞിട്ടുള്ളൂ? മൗര്യൻ പീരീഡിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചു അല്ലെ, വില്ലേജ് എന്നും സിറ്റി എന്നും. വില്ലേജിന്റെ കാര്യങ്ങൾ നോക്കുന്ന ആരാ? ഗ്രാമിണീസ്. ഇനി സിറ്റീസിന്റെ കാറ്റഗറി നോക്കുവാണെങ്കിൽ അവിടെ മുനിസിപ്പൽ ലെവൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉണ്ടായിരുന്നത്. അതിൽ 30 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ആ 30 മെമ്പേഴ്സിനെ നമുക്ക് 6 കൗൺസിൽസ് ആക്കി ഡിവൈഡ് ചെയ്യാം. ഓരോ കൗൺസിൽസിലും 5 മെമ്പർ വീതം. സോ 5 into 6 30 മെമ്പേഴ്സ് ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ്, അതുപോലെ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, സ്റ്റേറ്റ് ക്രാഫ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തിരുന്നു. ഇനി ഈ ഒരു പോസ്റ്റ്, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിലെ ഈ ഒരു മുനിസിപ്പൽ ലെവൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ഹെറിഡിറ്ററി പോസ്റ്റ് ആയിരുന്നു. ഒരു ഹെറിഡിറ്ററി പോസ്റ്റ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് അതെന്താ? ഫോർ എക്സാമ്പിൾ ഫാദറിന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ സണ്ണിന്റെ കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ, അങ്ങനെ പോകും. ഓക്കെ, ഒരു ജനറേഷൻ ടു ജനറേഷൻ, അതാണ് നമ്മുടെ ഹെറിഡിറ്ററി എന്ന് പറയുന്നത്. ഹെറിഡിറ്ററി പോസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ നമ്മുടെ ആ ഒരു മൗര്യൻ പീരീഡിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ദെൻ ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഐഷ, ഓക്കെ, ക്ലിയർ. ഓക്കെ, ഗുഡ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ, ഓക്കെ, ഇത് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് മായ്ക്കുന്നത് കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിന്റെ നോട്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരാം. ഓക്കെ, ഇതിനെന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കൗടില്യയുടെ അർത്ഥശാസ്ത്രം. ഓക്കെ, കൗടില്യയുടെ അർത്ഥശാസ്ത്രത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് ഇതിനെ കുറിച്ചുള്ള റെഫറൻസുകൾ വേണമല്ലോ. ഇപ്പൊ മൗര്യൻ പീരീഡിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. ഇതിനെ കുറിച്ച് എന്താണ് ഒരു എക്സാക്ട് എവിഡൻസ് വേണം. അപ്പൊ അങ്ങനെയുള്ള എവിഡൻസുകൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ കൗടില്യയുടെ അർത്ഥശാസ്ത്ര എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഏറെക്കുറെ മൗര്യൻ പീരീഡിനെ കുറിച്ചുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. സോ അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. കൗടില്യാസ് അർത്ഥശാസ്ത്ര. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തില് പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? ഇപ്പൊ എക്സാമിന് ചോദിക്കുകയാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരേ ഒരു ആൻസറേ നമുക്ക് അതിനുള്ളൂ, അക്കൗണ്ട് ഓഫ് സ്റ്റേറ്റ് ക്രാഫ്റ്റ്. ഓക്കെ, സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ കുറിച്ചിട്ടാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ എന്തെല്ലാമാണ് പറയുന്നത് ഓപ്ഷനിൽ ചോദിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്? അക്കൗണ്ട് ഓഫ് സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതിന്റെ അണ്ടറിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രത്തില് അദ്ദേഹം വില്ലേജിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ വില്ലേജിന്റെ സൈസിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, ദെൻ വില്ലേജിന്റെ ആ ഒരു ഡിമാർക്കേഷനെ കുറിച്ച് പറയുന്നു. അതായത് ഇപ്പോൾ ഒരു വില്ലേജിൽ നിന്നും മറ്റൊരു വില്ലേജിലേക്ക് എത്ര ദൂരമുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജ് കൂടിയിട്ട് ഒരുമിച്ച് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാറുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ വരുവാണ്. അപ്പൊ ഒന്നിലധികം വില്ലേജുകൾ കൂടി ചേർന്നിട്ട് എന്താണ് ആ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് അവിടെ പോലീസ് ഫോഴ്സിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് ഇപ്പം സ്റ്റേറ്റ് ഒഫീഷ്യൽസിന് എന്ത് ചെയ്യും, ഇതുപോലെയുള്ള വില്ലേജ് ഏരിയാസിൽ കൊണ്ടിട്ട് എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും. എന്നാൽ മാത്രമാണ് വില്ലേജിന്റെ കാര്യങ്ങളെല്ലാം
നോക്കുന്നത്. ഓക്കെ, അപ്പൊ ദാറ്റ് മീൻസ് നമ്മൾ പറയുന്നത് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പൊതുവായിട്ട് പരാമർശിക്കുന്നത് വില്ലേജിന്റെ സൈസിനെ കുറിച്ചിട്ട് പറയുന്നു, ആ വില്ലേജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നു, ആ വില്ലേജിലേക്ക് ആ സ്റ്റേറ്റിൽ നിന്നും അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഒഫീഷ്യൽസിനെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം നമുക്ക് അവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങളൊരു ജനറൽ സെൻസിൽ എടുത്താൽ മതി. അതായത് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ വില്ലേജിനെ കുറിച്ച് എന്തെല്ലാമാണ് പരാമർശിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് തരുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? സൈസ് ഓഫ് ദ വില്ലേജ്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ഡിമാർക്കേഷൻ ഓഫ് വില്ലേജ്, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വൺ വില്ലേജ് ടു അനദർ. ദെൻ അടുത്തായിട്ട് പറയാണ് ഗ്രൂപ്പിംഗ് ഓഫ് വില്ലേജസ് ഫോർ സ്പെഷ്യൽ പർപ്പസ്, അങ്ങനെയൊക്കെ പറയാണ്. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നു ഓൾ ഓഫ് ദീസ്. അപ്പൊ നമ്മൾ ഒരു ജനറൽ സെൻസിൽ എടുക്കുമ്പോൾ എന്താണ്, ഇതെല്ലാം ശരിയാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരു ജനറൽ ട്രെൻഡ് എടുക്കുക. അപ്പൊ നമുക്ക് ഓൾ ഓഫ് ദീസ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അതൊന്നും ഇങ്ങനെ കാണാപ്പടം പഠിച്ചു വെക്കേണ്ട, ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇനി ഇതിൽ നമുക്ക് പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്, അവിടെ വില്ലേജ് ഹെഡ്മാൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. വില്ലേജ് ഹെഡ്മാൻ. ഓക്കെ, വില്ലേജ് ഹെഡ്മാൻ എന്ന് പറയുമ്പോൾ എന്താണ്? വില്ലേജിന്റെ പൊതുവായിട്ടുള്ള തലവൻ, അതാണല്ലോ വില്ലേജ് ഹെഡ്മാൻ എന്ന് പറയുന്നത്. ഒരു വില്ലേജിന്റെ പൊതുവായിട്ടുള്ള തലവനെയാണ് നമ്മൾ വില്ലേജ് ഹെഡ്മാൻ എന്ന് പറയുന്നത്. അപ്പം ഈ വില്ലേജ് ഹെഡ്മാനെ ആ ഒരു കാലഘട്ടത്തിൽ വിളിച്ച പേരാണ് അധ്യക്ഷ. ഇതൊക്കെ NCERT പോയിന്റുകളാണ്, ശ്രദ്ധിച്ചു വെക്കട്ടോ. വില്ലേജ് ഹെഡ്മാനെ വിളിച്ച പേരാണ് അധ്യക്ഷ. അതുപോലെ തന്നെ വില്ലേജില് അക്കൗണ്ടന്റും ഉണ്ടായിരുന്നു. വില്ലേജ് അക്കൗണ്ടന്റ് ഉണ്ടായിരുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് സംഖ്യാഹ. വില്ലേജ് അക്കൗണ്ടന്റിന്റെ പേരാണ് എന്ത്? സംഖ്യാഹ. ഓക്കെ, സംഖ്യാഹ എന്നും വിളിച്ചു. ഓക്കെ, ഇനി ഈ പറഞ്ഞിട്ടുള്ള വില്ലേജ് ഹെഡ്മാൻ അതുപോലെ വില്ലേജ് അക്കൗണ്ടന്റ്, ഇവരുടെ എല്ലാം പൊതുവായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ടായിരുന്നു? ലാൻഡ് റൈറ്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ദേ പൊസസ് ലാൻഡ് റൈറ്റ്സ്. ഓക്കെ, ലാൻഡ് റൈറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ്? സ്റ്റേറ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ മൗര്യൻ എംപയറിന്റെ സ്റ്റേറ്റ് പറയാണ്, ഓക്കെ ഇന്നല്ല ഈ ഒരു ലാൻഡിന്റെ റൈറ്റ്സ് നിങ്ങൾക്ക് തരുന്നു, ആ ലാൻഡിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണം എന്ന് പറയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരെന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ലാൻഡിന്റെ റൈറ്റ്സ് ഇവർക്ക് കിട്ടും. ഇനി സ്റ്റേറ്റിൽ നിന്നും ഒരു ഓർഡർ കിട്ടാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു ലാൻഡിൽ നിന്നും അവരുടെ റൈറ്റ്സ് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് എങ്ങനെ പറയാം? ഓൾ ഓഫ് ദം ഹാവ് റൈറ്റ്സ് ഓവർ സെർട്ടൈൻ ലാൻഡ്. എല്ലാ ലാൻഡും ഇല്ല, ചില ലാൻഡുകൾ. ഓക്കെ, സെർട്ടൈൻ ലാൻഡ്. ഓക്കെ, മൊത്തം ലാൻഡുകൾക്കും ഇവർ കൺട്രോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ചില പ്രത്യേക ലാൻഡുകൾക്ക് ഈ ഒരു വില്ലേജ് ഹെഡ്മാനും അതുപോലെ വില്ലേജ് അക്കൗണ്ടന്റും എന്താണ് വീതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് വിത്തൗട്ട് റൈറ്റ് ഓഫ് അലീനേഷൻ ഇൻ ലീവ് ഓഫ് ദെയർ സർവീസ് ടു ദ സ്റ്റേറ്റ്. അവർ സ്റ്റേറ്റിനെ സർവ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. അപ്പൊ സ്റ്റേറ്റ് പറയാതെ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ആ ഒരു ലാൻഡിൽ നിന്നും വിട്ടു പോകാൻ പാടില്ല. സോ വിത്തൗട്ട് റൈറ്റ് ഓഫ് അലീനേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, വിത്തൗട്ട് റൈറ്റ് ഓഫ് അലിനേഷൻ, അതായത് അവർക്ക് സ്റ്റേറ്റ് പറയാതെ ആ ലാൻഡ് ഉപേക്ഷിച്ച് പോകാൻ പറ്റത്തില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് ആ ഒരു കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, നമ്മുടെ വില്ലേജിനെ കുറിച്ച് പറയുന്നത്. ഇനി ഇന്നലെ പറഞ്ഞതാണ് ഗോബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പം ഈ വില്ലേജ് ഹെഡ്മാൻ ഉണ്ട്, വില്ലേജ് അക്കൗണ്ടന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു നെക്സ്റ്റ് ഹയർ ഒഫീഷ്യൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഗോബ. ഗോബ എന്താ? ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്താണ് ഗോബ? ഗോബ ആരാണ്? മെസ്സേജ് അയക്കാൻ പറ്റുമോ? ഗോബ പറഞ്ഞേ, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ ഗോബ? മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഗോബ ഓർമ്മയില്ല? റിവൈസ് ചെയ്യണം കേട്ടോ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങൾ. അരുൺ പറഞ്ഞിട്ടുണ്ട് 5 to 25 വില്ലേജ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ എന്താണ് ഗോബ? യെസ്, ചാർജ് ഓഫ് 5 to 25 വില്ലേജസ്. ഓക്കെ, യെസ്, ചാർജ് ഓഫ് 5 to 25 വില്ലേജ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ഗോബ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത് എക്സാമിന് ചോദിക്കുകയാണ് എന്താണ്, അപ്പൊ ഈ ഒരു ഗോബ എന്ന് പറഞ്ഞ പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട
എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഗോബയുടെ റെസ്പോൺസിബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ രജിസ്ട്രേഷൻ ഓഫ് ലാൻഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ, ഗോബയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ, ആണ്. അതുപോലെ തന്നെ എന്താണ്, സെൻസസ് എടുക്കുന്നു, അങ്ങനെ ഒരു ഓപ്ഷൻ വരുവാണ്, അതും ഗോബയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഇപ്പം ആ ഒരു പെർട്ടിക്കുലർ വില്ലേജിൽ നടക്കുന്ന ഇറിഗേഷൻ വർക്കുകൾ, അതും എന്ത് ചെയ്യാം, ഗോബയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പം ചില കേസുകളിൽ എന്താണ്, മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ടെമ്പിൾ, അതും ഈ ഒരു ഗോബ ചെയ്യാറുണ്ട്. അപ്പൊ അതൊരു സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ബാക്കിയെല്ലാം ഒരു ജനറൽ ട്രെൻഡ് ആയിട്ട് പറയുന്നല്ലേ. ഫോർ എക്സാമ്പിൾ നോക്കൂ, രജിസ്ട്രേഷൻ ഓഫ് ലാൻഡ്, അതുപോലെ സെൻസസ്, ഗ്രാമങ്ങളിൽ ഇറിഗേഷൻ വർക്ക്, ഇതെല്ലാം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ ഒരു ലോജിക്കലി ആലോചിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു ഡൗട്ട് വരാം, മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ടെമ്പിൾ, അതിപ്പോ ഇദ്ദേഹം ചെയ്യാൻ സാധ്യതയുണ്ടോ, ടെമ്പിൾസിന്റെ കാര്യങ്ങളൊക്കെ ഗോബ ചെയ്യുമോ, അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം, അതും ഇദ്ദേഹം ചെയ്യുന്ന ഡ്യൂട്ടി തന്നെയാണ്. അപ്പൊ ഈ 4 റൈറ്റ്സുകൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഞാനത് എഴുതുന്നില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. രജിസ്ട്രേഷൻ ഓഫ് ലാൻഡ്, ലാൻഡിന്റെ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ എന്താണ്, സെൻസസ് കണ്ടക്ട്, അതുപോലെ തന്നെ എന്താണ്, മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ടെമ്പിള്, ദെൻ ഇറിഗേഷൻ വർക്കുകൾ, ഇതെല്ലാം എന്ത് തന്നെയാണ്, നമ്മുടെ ഗോബയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം, എന്താ, താഴെ തന്നിരിക്കുന്നതിൽ ഗോബയുടെ റെസ്പോൺസിബിലിറ്റി എന്തെല്ലാമാണ്, അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എന്താണ്, രജിസ്ട്രേഷൻ ഓഫ് ലാൻഡ്, സെൻസസ്, അതുപോലെ തന്നെ എന്താണ്, മെയിൻ്റെനൻസ് ഓഫ് ടെമ്പിൾ റെക്കോർഡ്സ്, ദെൻ ഇറിഗേഷൻ വർക്ക്, ഇതെല്ലാം കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അത് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ട്രിക്ട് ലെവലില് കാര്യങ്ങൾ നോക്കിയിരുന്നത് ആരാണെന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഡിസ്ട്രിക്ട് ലെവലിൽ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അവർ വിളിച്ച പേരാണ് രജൂക്കാസ്. ഓക്കെ, സോ അതൊന്ന് നോക്കി വെക്കാം. അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ, ഓക്കെ, ഡിസ്ട്രിക്ട് ലെവലില് ആരായിരുന്നു, രജൂക്കാസ്. ഇമ്പോർട്ടന്റ് ആണ്, എന്താണ്, ഡിസ്ട്രിക്ട് ലെവലില് രജൂക്കാസ് ആണ് കേട്ടോ, ഡിസ്ട്രിക്ട് ലെവലിൽ രജൂക്കാസ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു രജൂക്കാസിനും നമ്മൾ എന്താണ്, സിമിലർ ഫങ്ഷൻസ് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലാൻഡ് സർവേ കണ്ടക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ലാൻഡ് റവന്യൂസ് സെറ്റിൽ ചെയ്യുന്നു. ദെൻ അത് കൂടാതെ നമ്മൾ എക്സ്ട്രാ പഠിച്ചു വെക്കേണ്ടത് അവർക്ക് ചില ജുഡീഷ്യൽ ഫങ്ഷൻസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു രജൂക്കാസിന്റെ റോളുകൾ ഒന്ന് നോക്കി വെക്കാം. എന്താണ്, ലാൻഡ് സർവേ കണ്ടക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്താണ്, സെറ്റിൽമെന്റ് ഓഫ് ലാൻഡ് റവന്യൂസിന്റെ കാര്യം നോക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇവർക്ക് എന്തുണ്ട്, ചില ജുഡീഷ്യൽ ഫങ്ഷൻസും ഉണ്ട്. ഓക്കെ, ഇവർക്ക് എന്തുണ്ട്, ചില ജുഡീഷ്യൽ ഫങ്ഷൻസും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ മൗര്യൻ പീരീഡില് നമ്മൾ പറഞ്ഞു എന്താണ്, കൗടില്യയുടെ അർത്ഥശാസ്ത്രത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഈ അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞ ബുക്ക് സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് നമുക്ക് നൽകുന്നത്. അതിൽ പ്രകാരം നമ്മൾ പഠിക്കേണ്ട 4 ഗ്രൂപ്പ് ഓഫ് മെൻസിനെയാണ് പഠിക്കേണ്ടത്. എന്താണ്, ഒന്ന് വില്ലേജ് ഹെഡ്മാൻ. ആരാണ് വില്ലേജ് ഹെഡ്മാൻ? അധ്യക്ഷ എന്ന് പറയും. വില്ലേജിന്റെ പൊതുവായിട്ടുള്ള ഒരു എൽഡർ ആയിട്ടുള്ള ഒരു മൂത്ത കാരണവർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, വില്ലേജ് ഹെഡ്മാൻ. അദ്ദേഹത്തിന് അധ്യക്ഷ എന്ന് വിളിച്ചു. ഇനി വില്ലേജ് അക്കൗണ്ടന്റ് ആണ് ആര്, സംഖ്യാഹ. ഓക്കെ, സംഖ്യ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ക്യാഷ് എന്ന് ആലോചിച്ചത്. അപ്പൊ ക്യാഷ് ഒക്കെ മാനേജ് ചെയ്യുന്ന അക്കൗണ്ടന്റ്, അങ്ങനെ കണക്ട് ചെയ്യാം, സംഖ്യാഹ. ഇനി ഗോബ ആരാണ്, ചാർജ് ഓഫ് 5 to 25 വില്ലേജസ്. ദെൻ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് വരുമ്പോൾ എന്താണ്, രജൂക്കാസ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ജനറൽ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി, ഏറ്റവും ടോപ്പ് മോസ്റ്റ് അതോറിറ്റി ആണ് ആര്, നമ്മുടെ കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കിങ്ങിന്റെ അണ്ടറിൽ ആരുണ്ട്, നമ്മുടെ രജൂക്കാസ് ഉണ്ട്. ഓക്കെ, രജൂക്കാസിന്റെ അണ്ടറിലാണ് ആര് വരിക, ഗോബ ആണല്ലോ. ഇനി ഗോബയുടെ അണ്ടറിൽ ആര് വരും, വില്ലേജ് ഹെഡ്മാൻ വരും. ഓക്കെ, ഇതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ കിങ്, രജൂക്ക, ഗോബ, വില്ലേജ് ഹെഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ മൗര്യൻ പീരീഡിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ്. അപ്പൊ അതിൽ തന്നെ ഈ ഒരു ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യുക, ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ, ക്ലിയർ ആണോ എന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ അല്ലേ?
അരുൺ KP. ഓക്കെ, ക്ലിയർ. ഓക്കെ, ഗുഡ്. യെസ്, വെരി ഗുഡ്. ഇനി നമുക്ക് ഗുപ്ത കാലഘട്ടത്തിലേക്ക് പോവാം. ഓക്കെ, ഗുപ്താസിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു ഈ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതും കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് മൗര്യൻ കാലഘട്ടമാണ്. ഇന്നലെ നമ്മൾ എന്ത് ചെയ്തു, വേദ കാലഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇന്ന് മൗര്യൻസും കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഗുപ്തയാണ്. ഗുപ്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ട്, ചോലാസ് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ഏകദേശം ആൻഷ്യന്റ് ഇന്ത്യയിലെ കംപ്ലീറ്റ് കഴിയും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഗുപ്ത പീരിയഡ്. ഓക്കെ, ഗുപ്ത കാലഘട്ടം. ഗുപ്ത കാലഘട്ടം നമ്മൾ നോക്കുവാണെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ ഒരു എംപയർ ഉണ്ടായിരുന്നു. ഏറ്റവും ടോപ്പിൽ ആര് തന്നെയാണ്, നമ്മുടെ ഒരു എംപയർ അല്ലെ, ഒരു എംപയർ ആണ് ഏറ്റവും ടോപ്പിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ എംപയറിനെ അവർ എന്ത് ചെയ്തു, ചെറിയ പ്രൊവിൻസസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ദിസ് എംപയർ എന്ത് ചെയ്തു, ദിസ് എംപയർ ക്ലാസിഫൈഡ് ഇൻ ടു certain provinces. എംപേഴ്സിനെ പിന്നീട് എന്ത് ചെയ്തു, പ്രൊവിൻസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, പ്രൊവിൻസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഈ പ്രൊവിൻസസിനെ അവരെന്ത് പേരാണ് വിളിച്ചത്, അതാണ് പഠിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഒരു എംപയർ ആണെങ്കിൽ ഇപ്പം അതിന്റെ അണ്ടറിൽ എന്താണ് ഒരു 20 പ്രൊവിൻസ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ അണ്ടറിൽ ഒരു 50 പ്രൊവിൻസ്, അങ്ങനെ ചെറിയ ചെറിയ പ്രൊവിൻസുകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ പ്രൊവിൻസസിനെ വിളിക്കുന്ന പേരാണ് ദേശഘടകം. ഓക്കെ, പ്രൊവിൻസസിനെ എന്താണ് വിളിച്ചത്, ദേശഘടകം. ദേശഘടകം, അതായത് ദേശത്തിന്റെ ഒരു ഘടകം എന്നൊരു മീനിങ് ആലോചിച്ചാൽ മതി. ദേശഘടകം. ഇപ്പൊ ഏറ്റവും ടോപ്പിൽ എംപയർ ഉണ്ട്, അതിന്റെ താഴെ എന്താണ് പ്രൊവിൻസസ് ഉണ്ട്. ആ പ്രൊവിൻസസിനെ വിളിക്കുന്ന പേരാണ് ദേശഘടകം. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ട് അങ്ങനെ തിരിച്ചത്, നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ പ്രൊവിൻസസ് ആയിട്ട് തിരിച്ചല്ലോ, ദേശഘടകങ്ങളാക്കി തിരിച്ചു. അതിലെ ലാർജസ്റ്റ് പ്രൊവിൻസിനെ വിളിക്കുന്ന പേരാണ് ഭുക്തി. ലാർജസ്റ്റ് പ്രൊവിൻസിനെ വിളിക്കുന്ന പേരാണ് ഭുക്തി. ഓക്കെ, അതൊക്കെ ഒരുപാട് ദേശഘടകം ഉണ്ടാവും അല്ലെ. അതിൽ തന്നെ ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ വലിയ പ്രൊവിൻസ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത്, ഭുക്തി എന്ന് പറയുന്നത്. ഭുക്തി. ഈ ഭുക്തിയുടെ കൺട്രോൾ ആർക്കായിരുന്നു, അതും എക്സാമിന് ചോദിക്കൂട്ടോ. ഭുക്തി കൺട്രോൾ ചെയ്തിരുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഇന്നത്തെ വൈസ്രോയി അല്ലെങ്കിൽ എന്താണ് ഗവർണർ ജനറൽ, ആ ഒരു ടേംസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ്. അയാളുടെ പേരാണ് ഉപാരിക. സോ ഭുക്തി അണ്ടർ ഉപാരികാസ്. ഓക്കെ, ഭുക്തി അണ്ടർ ഉപാരികാസ്. ഓക്കെ, ഈ ഉപാരികാസ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞിട്ടുള്ള വൈസ്രോയി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് തെരഞ്ഞെടുത്തിരുന്നത് റോയൽ ഫാമിലിയിൽ നിന്നായിരുന്നു. ഓക്കെ, റോയൽ ഫാമിലിയിലുള്ള ഒരാളെന്താവും, ഉപാരികയായിട്ട് ഭുക്തിയിൽ അപ്പോയിന്റഡ് ആവും, ഭുക്തിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. ഈ ഭുക്തീസ് എന്ത് ചെയ്തു, അവർ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ദിസ് ഭുക്തി അഗൈൻ സബ് ഡിവൈഡഡ്. ഓക്കെ, ഭുക്തി എന്ത് ചെയ്തു, സബ് ഡിവൈഡ് ചെയ്തു. ഈ ഭുക്തി സബ് ഡിവൈഡ് ചെയ്തിട്ട് എന്താക്കി, വിശ്യാസ് എന്നൊരു പേരിട്ടു. എന്താണ്, വിശ്യാസ്. ഓക്കെ, സോ ഭുക്തി സബ് ഡിവൈഡഡ് ഇൻ ടു വിശ്യാസ്. അപ്പൊ വിശ്യാസ് എന്താണ്, ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ ലാർജസ്റ്റ് പ്രൊവിൻസ് ഭുക്തിയാണ്. ആ ഭുക്തി വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ട് എന്താക്കി, ഡിസ്ട്രിക്റ്റുകളാക്കി. ആ ഡിസ്ട്രിക്റ്റിനെ വിളിച്ച പേരാണ് വിശ്യ. എന്താണ്, വിശ്യാസ്. ഓക്കെ, വിശ്യാസ്. ഇനി ആ വിശ്യാസിന്റെ കൺട്രോൾ ഏറ്റെടുത്ത ആളെ വിളിക്കുന്ന പേരാണ് എന്ത്, അയക്താൻ. അയക്താൻ. ഓക്കെ, ലാർജസ്റ്റ് പ്രൊവിൻസ് ആണ് ഭുക്തി. ആ ഭുക്തി സബ് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, വിശ്യാസ് ആക്കുന്നു. വിശ്യാസിന്റെ കൺട്രോൾ ആരാണ്, അയക്താൻ. ഓക്കെ, അയക്താൻ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. ഇനി നമ്മുടെ ഡിസ്ട്രിക്റ്റുകളെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തു. അതിനാണ് നമ്മൾ ഇത് വിളിക്കുന്നത് വില്ലേജ്. ഓക്കെ, വില്ലേജ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ വില്ലേജിന്റെ കാര്യങ്ങൾ നോക്കിയത് ആരായിരുന്നു, ഗ്രാമികൻ. ഓക്കെ, ഗ്രാമികൻ. സോ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി, വില്ലേജ് വാസ് ദ ബേസിക് അല്ലെങ്കിൽ സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഓക്കെ, വില്ലേജ് ആണ് എന്ത്, സ്മാളസ്റ്റ് യൂണിറ്റ്.
ഓക്കെ, സ്മാളസ്റ്റ് യൂണിറ്റ് ആണ് എന്ത് വില്ലേജ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. എന്താ പറഞ്ഞത്, ഗുപ്ത പീരീഡ് ഏറ്റവും ടോപ്പിൽ എംപയർ ഉണ്ട്, അവിടെ രാജാവുണ്ട്, കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ താഴെ എന്താണ്, നമുക്ക് പ്രൊവിൻസസ് കാണാം. ഓക്കെ, പ്രൊവിൻസസിനെ വിളിച്ച പേരാണ് ദേശഘടകം. ഓക്കെ, പ്രൊവിൻസസിനെ വിളിച്ച പേരാണ് എന്ത്, ദേശഘടകം. അതിൽ തന്നെ ലാർജസ്റ്റ് പ്രൊവിൻസസിനെ നമ്മൾ എന്ത് വിളിച്ചു, ഭുക്തി അല്ലെങ്കിൽ എന്താണ് ഉപാരികാസ് എന്ന് വിളിച്ചു. ഓക്കെ, സോറി ഭുക്തി എന്ന് വിളിച്ചു. ആ ഒരു ഭുക്തി ആരുടെ അണ്ടറിലാണ്, ഉപാരികാസിന്റെ അണ്ടറിലാണ്. ഓക്കെ, ഭുക്തിയുടെ കാര്യങ്ങൾ നോക്കിയിരുന്ന ഇന്നത്തെ ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയി അടങ്ങുന്ന ആ ഒരു പോസ്റ്റ്, അവരെയാണ് എന്ത് വിളിക്കുന്നത്, ഉപാരികാസ് എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ബ്രിട്ടീഷിന്റെ കാലഘട്ടങ്ങളൊക്കെ ഓരോ പ്രോവിൻസസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്താണ്, ഗവർണർമാരെ സ്ഥാപിച്ചിരുന്നു. ഈ ഗവർണർമാരാണ് അവിടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയിരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പിന്നീട് വൈസ്രോയി എന്ന പേരിലേക്ക് പിന്നീട് നാമകരണം ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു റോള് ചെയ്തിരുന്ന ഭുക്തിയിലെ ആളുകളെ വിളിക്കുന്ന പേരാണ് ഉപാരികാസ്. മറന്നുപോകരുത്, ലാർജസ്റ്റ് പ്രൊവിൻസ് ആണ് ഭുക്തി. ആ ഭുക്തിയുടെ അണ്ടറിൽ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന അന്നത്തെ വൈസ്രോയിമാരെ വിളിക്കുന്ന പേരാണ് ഉപാരികാസ്. ഓക്കെ, ഇനി ആ ഒരു ഭുക്തിനെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുക, കാരണം അത് വലിയൊരു പ്രൊവിൻസ് ആണ് ഭുക്തി അല്ലേ. അപ്പൊ അതിനെ വീണ്ടും ഡിവിഷൻ വരുന്നു. അപ്പൊ അത് ഡിസ്ട്രിക്റ്റ് ആക്കി തിരിച്ചു. ആ ഡിസ്ട്രിക്റ്റിനെയാണ് എന്ത് വിളിച്ചത്, വിശ്യാസ് എന്ന് വിളിച്ചത്. വിശ്യാസ്. ഈ വിശ്യാസിന്റെ കൺട്രോൾ ഏറ്റെടുത്തിരുന്നത് അയക്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ്. വിശ്യാസ് അണ്ടർ അയക്താൻ. ഓക്കെ, വിശ്യാസ് അണ്ടർ അയക്താൻ. ഓക്കെ, ദെൻ വില്ലേജ് ആരുടെ അണ്ടറിലാണ്, ഗ്രാമികൻ. അത് വിശ്യാസിന്റെ സബ് ഡിവിഷൻ ആണ് വില്ലേജ്, വിച്ച് ഈസ് അണ്ടർ ഗ്രാമികൻ. അതാണ് ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഗുപ്ത കാലഘട്ടത്തിലെ നമ്മുടെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ ആണോ, ക്ലിയർ ആണോ? അരുൺ ഓക്കെ പറയുന്നു. ഓക്കെ, ഗുഡ്. ഓക്കെ ഓക്കെ, ദെൻ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഈ ചോല പീരീഡ് ആണ്. ഓക്കെ, ചോല വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു എക്സാക്ട് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് നമുക്ക് ആ ഒരു ചോല എംപയറിന്റെ സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ചോല എംപയറിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, മാത്രമല്ല ഒരു സൗത്ത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇനി നമുക്ക് ചോല എംപയറിൽ കാണാൻ സാധിക്കുക. അപ്പൊ അതിന്റെ പല അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പുകളും ഇന്ന് നമ്മൾ കുറെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ചോല എംപയർ എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ദ ചോല എംപയർ. ഈ ചോല പീരീഡിൽ തന്നെ നമുക്ക് രണ്ട് കാലഘട്ടങ്ങളായിട്ടാണ് പറയുന്നത്. ചോല ഫസ്റ്റ് പീരീഡും അതുപോലെ തന്നെ എന്താണ് ചോല സെക്കൻഡ് പീരീഡും. ഓക്കെ, ഇപ്പൊ ചോല ഫസ്റ്റ് പീരീഡ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ചോലയുടെ ആ ഒരു സ്റ്റാർട്ടിങ് ഫേസ്. അതിനുശേഷം ഇവരെന്താണ് ഈ പല്ലവാസൊക്കെയുമായിട്ട് യുദ്ധമൊക്കെ ചെയ്തതിനു ശേഷം എന്താണ് ആ ഒരു ഡാർക്ക് ഏജിലേക്ക് പോകുന്നുണ്ട്. കാരണം ആ ഒരു സമയത്ത് എന്താണ് ഒരുപാട് ആളുകൾ അവിടെ യുദ്ധം ചെയ്യാനുണ്ട്. ഇപ്പൊ ചോല, അതുപോലെ ചേര, പാണ്ഡ്യ, അതുപോലെ പല്ലവ, രാഷ്ട്രകൂട എന്നൊക്കെ പറഞ്ഞ കുറെ ടീംസ് ഉണ്ട്. അപ്പൊ ഇവരുമായിട്ടുള്ള യുദ്ധത്തിന്റെ ഫലമായിട്ട് ചോല പീരീഡ്, അല്ലെങ്കിൽ ചോലയുടെ ഒരു എംപയർ എന്താണ് ഒരു ഡാർക്ക് ഏജിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, പിന്നീട് എന്താണ് ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ആ ഒരു ചോലയുടെ റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പീരീഡ് ആണ് ചോല സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും നമുക്ക് അത്ര ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു എന്നുള്ളൂ. ആ ഒരു ഫേസ് ആണ് എന്ത് ചോല സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചോലയുടെ സെക്കൻഡ് ഫേസിലാണ് നമ്മൾ ഈ കാണുന്ന വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ കുറച്ചും കൂടെ ഒന്ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ ഇവിടെ ചോല പീരീഡ് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ചോലയുടെ ഫസ്റ്റ് പോയിന്റ് ആണ്, ഒരു വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ചോല എംപയർ നമുക്ക് 8 പ്രൊവിൻസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 പ്രൊവിൻസസ്. ഞാൻ ഈ പറയുന്ന കീവേഡുകളില്ലേ, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, 8 പ്രൊവിൻസസ് ആയിട്ടാണ് അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എൻറ്റയർ ചോല എംപയറിനെ 8 പ്രൊവിൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ 8 പ്രൊവിൻസസിനെ വിളിക്കുന്ന പേരാണ് മണ്ഡലം. മണ്ഡലം. ഓക്കെ, മണ്ഡലം. ഓക്കെ, ഇതാണ് അവരുടെ 8 പ്രൊവിൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, മണ്ഡലം. ഈ മണ്ഡലത്തിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്ന വ്യക്തിനെ വിളിക്കുന്ന പേരാണ് മണ്ഡല മുഡാലിസ്. മണ്ഡല മുഡാലിസ്. ഓക്കെ, മണ്ഡല മുഡാലിസ്. ദെൻ ഈ മണ്ഡല മുഡാലിസിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവരെന്താണ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള ആർമീസിനൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. ഓക്കെ, പിന്നെ ആ ഒരു എൻറ്റയർ പ്രൊവിൻസസിന്റെ അവിടുത്തെ എന്താ പറയാ പീസ് ആൻഡ് സെക്യൂരിറ്റി,
ഓക്കെ, അവിടേക്ക് എന്താണ് അതിർത്തിയിലേക്ക് എന്താണ് ആ ശത്രുക്കൾ നുഴഞ്ഞു കയറുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, സ്പൈ വർക്കുകൾ, ഇതെല്ലാം എന്താണ് ഈ ഒരു നമ്മുടെ മണ്ഡല മുഡാലിസിന്റെ നേതൃത്വത്തിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആക്ച്വലി അവരുടെ ഡ്യൂട്ടീസ് ഒന്നും അങ്ങനെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യമല്ല. എന്നിരുന്നാലും എന്ത് ചെയ്യാം, ഒരു ജനറൽ ട്രെൻഡിൽ നിങ്ങൾ പഠിച്ചു വെക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പ്രൊവിൻസിന്റെ ഹെഡ് അല്ലേ ഈ ഒരു മണ്ഡല മുഡാലിസ് എന്ന് പറയുന്നത്. 8 പ്രൊവിൻസ് ഉണ്ട്, 8 പ്രൊവിൻസിന്റെ മണ്ഡലം എന്നാണ് വിളിക്കുന്നത്. അതിന്റെ ഹെഡ് ആയിട്ട് നിൽക്കുന്ന ആളാ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് അപ്പൊ ഓപ്ഷനിൽ തരുവാണ്, താഴെ തന്നിരിക്കുന്ന എന്തെല്ലാമാണ് ഈ ഒരു മണ്ഡല മുഡാലിസിന്റെ ഡ്യൂട്ടി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ലോജിക്കൽ സെൻസിൽ ആൻസർ ചെയ്യാൻ പറ്റുമല്ലേ. അപ്പൊ ആ ഒരു എൻറ്റയർ പ്രൊവിൻസസിന് എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതെല്ലാം ഇദ്ദേഹം ചെയ്തു കൊടുക്കും. ഓക്കെ, ആ ഒരു രീതിയിൽ ആലോചിച്ചാൽ മതി. അതായത് ഇപ്പൊ അവിടുത്തെ ആർമി റിക്വയർമെന്റ്സ്, പീസ് ആൻഡ് സെക്യൂരിറ്റി, ഓക്കെ, പിന്നെ റവന്യൂ മാറ്റേഴ്സ്, ഇതെല്ലാം എന്താണ് ഇദ്ദേഹം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ലാൻഡ് മാനേജ്മെന്റ്, ടെമ്പിൾ മാനേജ്മെന്റ്, ഇറിഗേഷൻ വർക്ക്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ അതെല്ലാം എന്താണ് നമുക്കൊരു കോമൺ സെൻസിൽ ചെയ്താൽ മതി. അതായത് ഇന്ന വർക്ക് അദ്ദേഹം ചെയ്യില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ഫോർ എക്സാമ്പിൾ പറയാണ് അദ്ദേഹം എന്താണ് ടെമ്പിൾ മാനേജ്മെന്റ് ഒന്നും മണ്ഡല മുഡാലിസ് ചെയ്യില്ല എന്ന് നമുക്ക് സമർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഓക്കെ, അദ്ദേഹത്തിന് എന്ത് വർക്ക് വേണമെങ്കിലും അവിടെ ചെയ്യാം, കാരണം ആ പ്രൊവിൻസ് എന്താണ് അദ്ദേഹത്തിന്റെ അണ്ടറിലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരം ഡ്യൂട്ടീസ് ഒരു ജനറൽ ട്രെൻഡ്സിൽ പഠിച്ചു വെക്കുക. അതുകൊണ്ടാണ് ഞാൻ ഡ്യൂട്ടീസ് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയാത്തത്. നിങ്ങളൊരു ജനറൽ ആയിട്ടൊന്ന് എന്ത് ചെയ്യാൻ മതി, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. സ്പെസിഫിക് ആയിട്ട് വരുന്ന പോയിന്റുകൾ മാത്രം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലായി മണ്ഡലമാണ് ഏറ്റവും ടോപ്പിൽ എന്ന് മനസ്സിലായി. ഇനി ഈ മണ്ഡലത്തിന്റെ തൊട്ടു താഴെയായിട്ട് വരുന്ന കാറ്റഗറിയാണ് വളനാടു. വളനാടു എന്ന് പറയുമ്പോൾ അതൊരു മേജർ നാടുമായിട്ടാണ് വളനാടു കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ വളനാടു എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും ടോപ്പിൽ എന്തുണ്ട്, പ്രൊവിൻസ് ഉണ്ട്, അതിന്റെ അണ്ടറിൽ എന്താണ് നാടു എന്നാണ് വിളിക്കുക. ഓക്കെ, സൗത്ത് ഇന്ത്യൻ ടച്ച് ആണല്ലോ, അപ്പൊ പേര് തന്നെ മനസ്സിലാവും, നമ്മൾ ഈ നാട് എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പൊ ഒരു നാടു, ഓക്കെ, ഒരു നാടുണ്ട്, ആ നാട്ടിൽ തന്നെ എന്താണ് ഒരു മേജർ ആയിട്ടുള്ള നാടുണ്ടാവും, അതാണ് ഈ വളനാടു എന്ന് പറയുന്നത്. മേജർ നാടു എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ഓക്കെ, സോ മണ്ഡലം വേർ അഗൈൻ ഡിവൈഡഡ് ഇൻടു വളനാടു. മണ്ഡലത്തിനെ അഗൈൻ ഡിവൈഡഡ് ഇൻടു എന്താണ്, വളനാടു. ഓക്കെ, ഈ വളനാടു എന്താണ്, which were again divided into നാടു. ഈ നാടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഡിസ്ട്രിക്ട് എന്നൊക്കെ പറയാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ മണ്ഡലം അല്ലെ, മണ്ഡലം വളനാടുമാണ്. വളനാടിന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ചുരുക്കിയിട്ട് നമുക്ക് എന്ത് വിളിക്കാം, ഒരു സബ് പ്രൊവിൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് വിളിക്കാം, മേജർ ഡിസ്ട്രിക്ട് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പേരൊന്നും അങ്ങനെ അവർ മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഏറ്റവും ടോപ്പിൽ മണ്ഡലം അണ്ടർ മണ്ഡല മുഡാലിസ്, അതിന്റെ താഴെ എന്താണ് വളനാടു, പിന്നെ അതിന്റെ താഴെ നാടു. ഓക്കെ, വളനാടുവിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന വ്യക്തിനെ വിളിക്കുന്ന പേരാണ് പെരിയ നാട്ടാർ. ഓക്കെ, ഇനി അതിന്റെ താഴെ എന്തുണ്ട്, നമ്മുടെ നാടു ഉണ്ട് അല്ലെ, നാടു ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ നാടുവിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന ആളെ പേരാണ് എന്ത്, നാട്ടാർ. നാടു അണ്ടർ നാട്ടാർ. ഇതൊരു ഓട്ടോണമസ് വില്ലേജ് ആയിരുന്നു കേട്ടോ. ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റ് ആയിരുന്നു ഈ നാടു എന്ന് പറയുന്നത്. ഓക്കെ, അവർക്ക് സ്വന്തമായിട്ടും തീരുമാനങ്ങൾ എടുക്കാനുള്ള കുറെ റൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഓട്ടോണമസ് അസംബ്ലി ആണ് ഈ പറഞ്ഞിട്ടുള്ള നാടു അണ്ടർ നാട്ടാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ആലോചിക്കുക, ഈ നാട്ടാർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല, അതെന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ഓട്ടോണമസ് അസംബ്ലി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ മണ്ഡലം പറഞ്ഞു, വളനാടു പറഞ്ഞു, നാടു പറഞ്ഞു. ഇനി ഇതിന്റെ താഴെയായിട്ട് നാടുവിന്റെ അണ്ടറിൽ നമുക്ക് പറയുന്നതാണ് എന്ത്, കൊട്ടം. ഓക്കെ, നാടുവിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്, കൊട്ടം. കൊട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സബ് ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. സബ് ഡിസ്ട്രിക്റ്റിലാണ് കൊട്ടം എന്ന് വിളിച്ചത്. ഓക്കെ, ഇനി കൊട്ടത്തിന്റെ താഴെ വരുന്നതാണ്, അവിടെ നമുക്ക് കൊട്ടം മാനേജ് ചെയ്യുന്ന ആളുകളെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പഠിക്കാനില്ല. ഓക്കെ, അതുകൊണ്ട് അത് നോക്കണ്ട. ഇനി കുറം. കുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഗ്രൂപ്പ് ഓഫ് വില്ലേജ്. അതിന്റെ താഴെ എന്ത് വരും, വില്ലേജ്, ദാറ്റ് മീൻസ് ഗ്രാമ. ഓക്കെ, ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കാം. അപ്പം ഏറ്റവും ടോപ്പിൽ എന്താണ്, നമ്മുടെ മണ്ഡലംസ് ഉണ്ട്, 8 പ്രൊവിൻസ് ആണ്. അപ്പൊ ചോലയുടെ അഡ്മിനിസ്ട്രേഷൻ നോക്കുവാണെങ്കിൽ ഒരു വില്ലേജ് ലെവൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഏറ്റവും ടോപ്പിൽ എന്താണ്, പ്രൊവിൻസസ് ഉണ്ട് അല്ലെ. അപ്പൊ 8 പ്രൊവിൻസസ് ആക്കി തിരിച്ചു. ആ 8 പ്രൊവിൻസസ് എന്ന് പറയുകയാണെങ്കിൽ അതിനെ മണ്ഡലംസ് എന്നാണ് വിളിച്ചത്. മണ്ഡലത്തിന്റെ കാര്യങ്ങൾ നോക്കിയ ആളെ പേരാണ് മണ്ഡല മുഡാലിസ്. ഓക്കെ, പിന്നെ അതിന്റെ താഴെ നമുക്ക് എന്ത് കാണാം,
വളനാടു കാണാം. വളനാടു അണ്ടർ പെരിയ നാട്ടാർ. ദെൻ അതിന്റെ അണ്ടറിൽ നാടു അണ്ടർ നാട്ടാർ. ഓക്കെ, നാട്ടാർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓട്ടോണോമസ് അസംബ്ലി ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. ഓക്കെ, ഇനി കൊട്ടം, അതിന്റെ അണ്ടറിൽ വരുന്നതാണ് കൊട്ടം. കൊട്ടം എന്ന് പറഞ്ഞാൽ അത് സബ് ഡിസ്ട്രിക്റ്റ് ആണ്. അതിന്റെ താഴെ വരുന്നതാണ് കുറം. അത് വില്ലേജിന്റെ കൂട്ടായ്മയാണ്. ഇപ്പൊ എക്സാമിന് ചോദിക്കാം, എന്താണ് ഗ്രൂപ്പ് ഓഫ് വില്ലേജ് ഡ്യൂറിങ് ചോല പീരീഡ് ഇസ് കാൾഡ്? ഓപ്ഷൻസിൽ എന്തുണ്ടാവും? കൊട്ടം, കുറം, നാടു, മണ്ഡലം എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് ആൻസർ വരിക? കുറമാണ് ആൻസർ. ഇനി കുറം ഓൾറെഡി പറഞ്ഞു. ഇനി ഏറ്റവും ബേസിക് യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വില്ലേജ് അല്ലെങ്കിൽ ഗ്രാമ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? റിപ്ലൈ തന്നെ. അരുൺ കെ പി, ക്ലിയർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ചോല പീരീഡിലെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? അപ്പൊ അതിൽ ആ ഒരു പ്രൊവിൻഷ്യൽ ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അതാണ് ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ ഓട്ടോണോമസ് അസംബ്ലിയുടെ കാര്യം നോക്കുക. അതുപോലെ തന്നെ എന്താണ് ഗ്രൂപ്പ് ഓഫ് വില്ലേജിനെ വിളിക്കുന്ന പേരെന്താണെന്ന് നോക്കുക. അപ്പൊ ഈ ലെവലിലൊക്കെയാണ് അവിടെ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പൊ നമ്മളെപ്പോഴും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അവിടെ ഫ്രെയിം ചെയ്യാൻ സാധ്യത ഉള്ളത്, ആ രീതിയിൽ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടുകൾ കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഫാക്ടുകൾ. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ വില്ലേജിന്റെ പൊതുവായിട്ടുള്ള ഒരു നേച്ചർ നോക്കുവാണെങ്കിൽ ഓട്ടോണോമസ് വില്ലേജുകളായിരുന്നു. ഓക്കെ, ഓട്ടോണോമസ് വില്ലേജ് ആയിരുന്നു. വില്ലേജുകൾ പലതും എന്ത് തന്നെയായിരുന്നു? സെൽഫ് സഫീഷ്യന്റ് ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് എക്സാമിന് ചോദിക്കുകയാണ്, ചോല സമയത്ത് അല്ലെങ്കിൽ ചോല പീരീഡിലെ വില്ലേജുകളുടെ നേച്ചറുമായി സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പൂരിപ്പിക്കുക. അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? അത് ഓട്ടോണോമസ് വില്ലേജ് ആണെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കറക്റ്റ് ആണ് അല്ലെ? അതുപോലെ തന്നെ സെൽഫ് സഫീഷ്യന്റ് ആണെന്ന് പറഞ്ഞാൽ അതും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, സോ ഈച്ച് ആൻഡ് എവരി വില്ലേജ് വാസ് ഓട്ടോണോമസ് ആൻഡ് സെൽഫ് സഫീഷ്യന്റ്. അതാണ് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി ഈ വില്ലേജിലെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും നോക്കിയിരുന്നത് വില്ലേജ് കമ്മിറ്റീസ് ആയിരുന്നു. ഓക്കെ, സോ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വില്ലേജ് അണ്ടർ ഏതായിരുന്നു? വില്ലേജ് കമ്മിറ്റീസ്. വില്ലേജ് കമ്മിറ്റീസ് ആണ് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എല്ലാം നോക്കിയിരുന്നത്. ഓക്കെ, അപ്പൊ ഒരു വില്ലേജ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ആ ഒരു വില്ലേജിലെ അഡൽട്ട് മെമ്പേഴ്സ് ആണ് ഉണ്ടാവുക. സോ വില്ലേജ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ ദ അഡൽട്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വില്ലേജ് അല്ലെ? ആ ഒരു പെർട്ടിക്കുലർ വില്ലേജിലെ അഡൽട്ട് മെമ്പേഴ്സ് ആണ് ഇവിടെ വില്ലേജ് കമ്മിറ്റിയിൽ അംഗമായിരുന്നത്. ഇനി ആ ഒരു സമയത്ത് നോക്കുവാണെങ്കിൽ 2 ടൈപ്പ് കമ്മിറ്റീസ് ആണ് നമുക്കവിടെ പഠിക്കാനായിട്ടുള്ളത്. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് കമ്മിറ്റി. ഓക്കെ, 2 ടൈപ്പ് കമ്മിറ്റിയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. ഒന്നാമത്തതാണ് ഊർ, രണ്ടാമത്തതാണ് സഭ. ഊർ എന്നും സഭ എന്നും പറയുന്ന 2 കമ്മിറ്റീസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഊർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് എല്ലാ വിഭാഗം ആളുകളും ഉണ്ടായിരുന്നു. സോ ഊർ കണ്ടെയ്ൻ ഓൾ ക്ലാസസ് ഓഫ് പീപ്പിൾ. ഓക്കെ, എല്ലാ വിഭാഗം ആളുകളും ഊരിൽ ഉണ്ടായിരുന്നു. എന്നാൽ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഡോമിനേഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ സഭ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. സഭയിൽ കുറച്ച് പോയിന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. സഭ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? വിച്ച് കണ്ടെയ്ൻ ഓൺലി ബ്രാഹ്മിൻസ്. ഓക്കെ, സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബ്രാഹ്മിൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നാൽ കറക്റ്റ് ആണ്. ദെൻ ദി സഭ ഹാഡ് എക്സ്റ്റെൻസീവ് പവേഴ്സ്. ഇവർക്ക് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പവറുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, പ്രധാനമായിട്ടും സീരിയസ് മാറ്റേഴ്സ് ആണ് ഇവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സീരിയസ് മാറ്റേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ വെൽഫെയർ ഓഫ് പീപ്പിൾ, ഇതുപോലെയുള്ള സീരിയസ് മാറ്റേഴ്സ് അവർ ഡിസ്കസ് ചെയ്തു. ദെൻ ഈ സഭ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട്
പഞ്ചായത്തുകൾ എന്നറിയപ്പെട്ടു. ദാറ്റ് മീൻസ് സഭ അഗൈൻ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് പഞ്ചായത്ത് ആൻഡ് it had its own duty and responsibility. So the Sabha again divided into panchayat. Okay. അപ്പൊ ആ ഓരോ പഞ്ചായത്തിനും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇനി ഈ ഒരു പഞ്ചായത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഈ പഞ്ചായത്തിലേക്കുള്ള മെമ്പേഴ്സിനെ എങ്ങനെയാണ് ഇലക്ട് ചെയ്തിരുന്നത്? അതും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ പഞ്ചായത്ത് മെമ്പേഴ്സിനെ എലക്ട് ചെയ്തിരുന്നത് ലോട്ടറി മെത്തേഡ് അല്ലെങ്കിൽ എന്താണ് ലക്കി ഡ്രോ മെത്തേഡ് എന്നൊക്കെ പറയും. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നറുക്കിട്ടെടുക്കില്ലേ? ആളുകളുടെ പേരൊക്കെ എഴുതിയിട്ട് നമ്മൾ അതിന് ഒരു നറുക്കെടുക്കുന്നു, എന്നിട്ട് ആ നറുക്കിൽ എഴുതിയിരിക്കുന്ന ആളെ പേര് വായിക്കുന്നു, ഒക്കെ ചെയ്യില്ലേ? ഇങ്ങനെയുള്ള ടെക്നിക്കുകളാണ് ലോട്ടറി മെത്തേഡ് അല്ലെങ്കിൽ ലക്കി ഡ്രോ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇത്തരം ആളുകളെ അവർ എലക്ട് ചെയ്തിരുന്നത് ലോട്ടറി മെത്തേഡിലൂടെയാണ്. ഇനി പറയാൻ പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റിയാണ്. അത് UPSC-യിൽ എന്താണ് സിവിൽ സർവീസിനൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നത് കേട്ടോ. ടാങ്ക് കമ്മിറ്റി. ടാങ്ക് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ വില്ലേജിലെ എന്താണ് വാട്ടർ മാനേജ്മെന്റ് എല്ലാം നോക്കിയിരുന്ന ഒരു ടീമാണ്. ഓക്കെ, സോ നമുക്ക് അതിനെ എങ്ങനെ പറയാം? ലുക്ക്ഡ് ആഫ്റ്റർ ദ distribution of water to the field. ഓക്കെ, ഫീൽഡുകളിലേക്കുള്ള വാട്ടറിന്റെ ഡിസ്ട്രിബ്യൂഷൻ മാനേജ് ചെയ്തിരുന്ന ആ ഒരു പെർട്ടിക്കുലർ കമ്മിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ടാങ്ക് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. എന്താണ് ചോല പീരീഡ് എന്ന് പറയുമ്പോൾ? എന്താണ്? ഓട്ടോണമസ് വില്ലേജ് ആണ്, അത് സെൽഫ് സഫിഷ്യന്റ് വില്ലേജ് ആയിരുന്നു. ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വില്ലേജ് ലെവൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ വില്ലേജ് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. രണ്ട് ടൈപ്പ് കമ്മിറ്റീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാണ് ഊർ അല്ലെ, രണ്ടാമത്താണെന്ത്? സഭ. ഊർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്ലാസ് പീപ്പിൾ അവിടെ കാണാൻ പറ്റും. എന്നാൽ സഭ എന്ന് പറയുമ്പോൾ അവിടെ ബ്രാഹ്മിൻസ് മാത്രമേ ഉള്ളൂ. അവർക്ക് എക്സ്റ്റെൻസീവ് പവേഴ്സ് ഉണ്ടായിരുന്നു. സീരിയസ് മാറ്റേഴ്സ് എല്ലാം തന്നെ അവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഈ സഭകളെ വീണ്ടും എന്താണ്? പഞ്ചായത്തുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ പഞ്ചായത്തുകളിലേക്കുള്ള മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് ലോട്ടറി മെത്തേഡ് അല്ലെങ്കിൽ ലക്കി ഡ്രോ മെത്തേഡിലൂടെ ആയിരുന്നു. ഇവിടെ ഒരു സ്പെസിഫിക് കമ്മിറ്റീനെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ടാങ്ക് കമ്മിറ്റി എന്ന് പറയും. ഈ ടാങ്ക് കമ്മിറ്റി എന്താണ്? ഇറിഗേഷൻ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നു. അല്ലെങ്കിൽ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ടു ദ ഫീൽഡ്. ഓക്കെ, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഇതുവരെ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഒന്ന് മെസ്സേജ് അയച്ചേ. അരുൺ KP ക്ലിയർ. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇനി ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ ഒരു സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? വില്ലേജ് അല്ലെ, വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ആണ് പറഞ്ഞത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് വേദിക് ഏജ് തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വേദിക് ഏജിന്റെ കാലഘട്ടം പറഞ്ഞു, മൗര്യൻ പീരീഡിലുള്ള കാലഘട്ടം പറഞ്ഞു, ഗുപ്ത കാലഘട്ടം പറഞ്ഞു, ഇനി എന്താണ്? ചോല കാലഘട്ടം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ഒരു ചെറിയൊരു പോയിന്റും കൂടെ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ സിലബസിലെ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്, അതായത് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് അഡ്മിനിസ്ട്രേഷൻ ഡ്യൂറിങ് ആൻഷ്യന്റ് ഇന്ത്യ എന്ന് പറഞ്ഞ ടോപ്പിക് ഫിനിഷ് ആവും. അതായത് നമ്മൾ ജനറൽ ആയിട്ട് എന്താണ് ഇവിടെ ഒരു കമ്പാരിസൺ നോക്കുവാണ്. അപ്പൊ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ്? ഇന്നത്തെ പഞ്ചായത്ത് അല്ലെ, പഞ്ചായത്ത് ടുഡേ, ഇനി പഞ്ചായത്ത് ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ, ഈ ഒരു കമ്പാരിസണും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതും കൂടെ കഴിയുമ്പോഴത്തേന് എന്താണ്? നമ്മുടെ ആ ഒരു സിലബസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പൊ എന്താണ് ഇന്നത്തെ ഒരു പഞ്ചായത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ? കൂടുതലായിട്ട് ഒരു എക്സിസ്റ്റൻസ് ഓഫ് ഒരു ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ട് ബന്ധിതമാണ് അല്ലെ. സോ നമുക്ക് എന്ത് പറയാം? സോ ഇന്നത്തെ പഞ്ചായത്തുകൾ എന്താണ്? ഒരു ലെജിസ്ലേഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇറ്റ് ഓസ് ഇറ്റ്സ് existence to legislation enacted by the state government അല്ലെ.
അതായത് ഇന്നത്തെ പഞ്ചായത്തുകൾ അങ്ങനെയാണല്ലോ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ ഉണ്ട്, അത് ആ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഉണ്ടാക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നമ്മുടെ പഞ്ചായത്തുകളൊക്കെ തന്നെ നിലകൊള്ളുന്നത്. മാത്രമല്ല നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലെ, ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നിർമ്മിക്കപ്പെട്ടുള്ളത്. 73rd 74th അമെന്റ്മെന്റിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ടാക്കി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റുകളൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എന്താണ് നമ്മളിപ്പോ എഴുതാൻ പോകുന്ന എക്സാം അല്ലെ, പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ പോസ്റ്റുകളൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഇന്നത്തെ പഞ്ചായത്ത് നോക്കുവാണെങ്കിൽ എന്താണ്, ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ആൻഡ് അബോളിഷ്ഡ് ബൈ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന് എപ്പോ വേണമെങ്കിലും അത് ക്രിയേറ്റ് ചെയ്യാനും അബോളിഷ് ചെയ്യാനുള്ള പവറുകളൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് മനസ്സിലായി, നോ സ്റ്റെബിലിറ്റി ആൻഡ് യുണീക്നെസ് അല്ലെ, ഒരു സ്റ്റെബിലിറ്റി യുണീക്നെസ് ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിലും പഞ്ചായത്തുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അബോളിഷ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. സോ ഇവരുടെ പ്രധാനപ്പെട്ട പവറുകൾ എവിടുന്നാണ് നമ്മളിപ്പോ ഡിറൈവ് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. സോ അതോറിറ്റി ഡിറൈവ്ഡ് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അല്ലെ. ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കാൻ കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഹലോ, മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ആരുടെയോ മൈക്ക് ഓൺ ആണ്. ഓക്കെ, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ, ആരുടെയോ മൈക്ക് ഓൺ ആണ്. ഓക്കെ, ശ്രദ്ധിക്കണേ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത്, നമ്മൾ ഇത്രയും സമയം പഠിച്ച ആൻഷ്യന്റ് ഇന്ത്യയിലെ പഞ്ചായത്ത് സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ആൻഷ്യന്റ് ഇന്ത്യയിലെ പഞ്ചായത്ത് സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു എന്താ പറയാ, ഒരു കസ്റ്റം അല്ലെങ്കിൽ ഒരു ട്രഡീഷൻ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇറ്റ് ഓവഡ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് ടു ദ കസ്റ്റം ആൻഡ് ട്രഡീഷൻ. അതാണ് ഇതിന് ആൻഷ്യന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇറ്റ് ഓവഡ് existence to the customs and ട്രഡീഷൻസ് അല്ലെ. ഒരു കസ്റ്റം അല്ലെങ്കിൽ ട്രഡീഷൻ ബേസ് ചെയ്തിട്ടാണ് അവരെല്ലാം തന്നെ നിലകൊണ്ടത്. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? അല്ല, അവിടെ ഒരു പ്രോപ്പർ ലെജിസ്ലേഷൻ ഉണ്ട്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, ഒരു കസ്റ്റം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്കൊരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. അത് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, അവിടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഒക്കെ തന്നെ ഫോം ചെയ്തത്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് സ്റ്റേറ്റിന് ഇടപെടാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ അങ്ങനെ ആയിരുന്നില്ല. ദാറ്റ് മീൻസ് നോ റൂളർ ഹാഡ് ദ കറേജ് ടു ഇന്റർഫിയർ വിത്ത് വാട്ട് ദ കസ്റ്റം ദാറ്റ് ലേ ഡൗൺ അല്ലെ. അപ്പൊ അവിടെ എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ റൂളർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരുടെ വില്ലേജ് അഡ്മിനിസ്ട്രേഷനിലൊന്നും തന്നെ ഇടപെടാൻ പറ്റുമായിരുന്നില്ല. കാരണം എന്താ, അത് അവരുടെ കസ്റ്റമാണ്, അവരുടെ ട്രഡീഷനാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ അതിൽ പോയിട്ട് എന്താണ്, ആ ഒരു രാജാവ് ഇടപെടുന്നത് കുറവായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ്. നോ റൂളർ ഹാഡ് ദ courage to interfere with what the custom laid down. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്, ഈ ഒരു വില്ലേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഒരു യുണീക്നെസ് ഉണ്ടായിരുന്നു, ഒരു സ്റ്റെബിലിറ്റിയും ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു യുണീക്നെസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താണ് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഒരു പെർമനൻസ് ഉണ്ടായിരുന്നു. കാരണം പറഞ്ഞല്ലോ, അത് ഓട്ടോണോമസ് ആയിരുന്നു, അതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇവര് അവരുടെ അതോറിറ്റി ഡിറൈവ് ചെയ്തത് എവിടെ നിന്നാണ്? ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിറൈവ് ദർ അതോറിറ്റി ഫ്രം ധർമ്മ. ഓക്കെ, അതോറിറ്റി ധർമ്മയിൽ നിന്നാണ് അവർ ഡിറൈവ് ചെയ്തത്. അതോറിറ്റി ഫ്രം ധർമ്മ. ഓക്കെ, ധർമ്മയിൽ നിന്നാണ് എന്ത് അവർ ഡിറൈവ് ചെയ്തത്. ധർമ്മ എന്ന് പറയുമ്പോൾ എന്താണ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ധർമ്മം ഉണ്ടെന്ന് പറയില്ലേ. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റം അല്ലെങ്കിൽ ഒരു ട്രഡീഷൻ ആണ്. അപ്പൊ അവര് അത് ഫോളോ ചെയ്യുന്നതിന് അവർക്ക് ഒരു കാരണം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു കാരണത്തിൽ നോക്കുവാണെങ്കിൽ കൂടുതൽ എന്താണ്, ഒരു ഹിന്ദു കൾച്ചറാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള കൾച്ചറുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു കൾച്ചറിൽ ഒരു ഫോളോ ചെയ്ത് വരുമ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ധർമ്മം ഉണ്ടാവും. ഓക്കെ,
അപ്പം അത് ഫോളോ ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്തത്, ഇത്തരത്തിലുള്ള ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ തന്നെ ചെയ്തിട്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അതിലേക്ക് ഒരു രാജാവ് ഇടപെടാന്ന് പറയുമ്പോൾ അത് അവരുടെ ആ ഒരു കൾച്ചറിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ട്രഡീഷനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു റിലീജിയസ് എലമെന്റിനെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജാവ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് മാറിയിട്ട് രാജ്യകാര്യങ്ങൾ മാത്രം നോക്കുന്നു. ഈ വില്ലേജ് അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ഓട്ടോണമസ് ബോഡിയിലേക്ക് അദ്ദേഹം വല്ലാതെ തലയിട്ടിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദാറ്റ് മീൻസ് സ്റ്റേറ്റും അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട്, അതുപോലെ വില്ലേജ്, അങ്ങനെയുള്ള സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സ്റ്റേറ്റുകൾ ഡയറക്റ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള വില്ലേജ് അഡ്മിനിസ്ട്രേഷനിൽ ഒന്നും തന്നെ ഇടപെട്ടിരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അതാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് ഇന്നത്തെ പഞ്ചായത്തുകളും ആ ഒരു ആൻഷ്യന്റ് ഇന്ത്യയിലെ പഞ്ചായത്തുകളും തമ്മിൽ ഡിഫറൻസ് കൂടെ എന്താണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി എന്താണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു. എന്താണ് ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ആൻഷ്യന്റ് ഇന്ത്യ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങളൊരു ടോപ്പിക് ആണ്, അതായത് എവല്യൂഷൻ ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റംസ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. നമ്മൾ ആൻഷ്യന്റ് ഇന്ത്യയിലെ കാര്യം പറഞ്ഞു. ഓക്കെ, ഇനി ഇതിന്റെ ഓർഡർ എന്ന് പറയുകയാണെങ്കിൽ ഇനിയിപ്പോ നെക്സ്റ്റ് മുഗൾ പീരീഡ് ആണ്. ഓക്കെ, മുഗൾ പീരീഡ് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ബ്രിട്ടീഷ് പീരീഡ് വരും. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടുന്നു. അതിനുശേഷം നമ്മൾ 73rd 74th അമെന്റ്മെന്റ് ആക്ടുകൾ പാസ്സാക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന പഞ്ചായത്ത് സിസ്റ്റത്തിലേക്ക് ഏകദേശം നമ്മൾ എത്തും. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ഗ്രാജുവൽ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു മുഗൾ പീരീഡ് നോക്കുകയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. കാരണം മുഗളിന്റെ സമയത്തും ഈ ഒരു പഞ്ചായത്ത് സിസ്റ്റം തന്നെ ഫോളോ ചെയ്യുകയായിരുന്നു. അവര് വന്നു, രാജകുമാരൊക്കെ വന്നു, എന്താണ് ഏറെക്കുറെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിലും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു സെറ്റപ്പ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നു. അതുകൊണ്ട് മുഗൾ പീരീഡിൽ ഗ്രാജുവൽ ആയിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അവിടെ വില്ലേജ് കമ്മ്യൂണിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു, ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റീസ് ഉണ്ടായിരുന്നു, എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ എല്ലാം പൊതുവായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് റവന്യൂ പിരിക്കുക, ടാക്സേഷൻ ഏർപ്പാടാക്കുക, എന്നതുപോലെ തന്നെ എന്താണ് മാനേജ്മെന്റ് ഓഫ് ലാൻഡ്, ഇതെല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുഗൾ പീരീഡിൽ നമുക്ക് ഇതുപോലെയുള്ള ബോഡീസോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്ത് പഠിക്കേണ്ടതായിട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുഗൾ പീരീഡ് ഇനിയിപ്പം എടുത്ത് പറയാത്തത്. ഈ നെക്സ്റ്റ് തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രിട്ടീഷ് പീരീഡിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ആൻഷ്യന്റ് ഇന്ത്യയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ എന്താണ് സ്പെസിഫിക് ആയിട്ട് പോയിന്റുകൾ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ടാണ് നമ്മളത് സ്കിപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ എന്താണ് നിങ്ങൾ NCERT ആയാലും അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നമ്മുടെ ഇതിലൂടെ മെറ്റീരിയൽ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ മുകളിന്റെ ഒരു ചെറിയ റെഫറൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ അഡ്വാൻസ് ബുക്കുകളൊക്കെ തന്നെ റെഫർ ചെയ്തപ്പോഴും കാര്യമായിട്ടൊന്നുമില്ല, ഒരു ചെറിയൊരു കാര്യം മാത്രമേ അവരതിൽ പറയുന്നുള്ളൂ. അതായത് എന്താണ് ആൻഷ്യന്റ് ഇന്ത്യയിലെ സെയിം സെറ്റപ്പ് തന്നെയാണ് ഇവരും ഫോളോ ചെയ്തത്. എന്നാൽ ചില അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ റൂളേഴ്സ് മാറുന്നു, ഓരോ റൂളേഴ്സ് വരുന്ന സമയത്തും അവരുടെ കസ്റ്റംസും ട്രഡീഷനും ഒക്കെ മാറുന്നുണ്ട്. എന്നിരുന്നാലും ആ ഒരു ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ആ ഒരു സംഭവം അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ദാറ്റ് മീൻസ് ദ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റിൽ കണ്ടിന്യൂഡ് ടു ഫംഗ്ഷൻ ഡ്യൂറിംഗ് ദ എറ ഓഫ് മുഗൾ എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ടോപ്പിക് ഫിനിഷ് ചെയ്തു. എന്താണ് എവല്യൂഷൻ ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റംസ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ എന്നുള്ള ആ ഒരു ടോപ്പിക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രിട്ടീഷ് പീരീഡ് നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഇതുവരെ എടുത്തതെല്ലാം ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇന്നലെ ഇന്നുമായിട്ട് ക്ലാസ് എടുത്തു. ഇതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഓക്കെ, ക്ലാസ് ക്ലിയർ ആണോ? എല്ലാവരും പറഞ്ഞേ, ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ തന്നേ, ഓക്കെ ആണോ? ക്ലിയർ ആണോ? നിമ്മി ഓക്കെ, ക്ലിയർ. ഓക്കെ, ഐഷ ഓക്കെ, ഓക്കെ ഓക്കെ, എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്കൊന്ന് തരാം. ജസ്റ്റ് ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചാറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഇന്ന് അടുത്ത ക്ലാസിന്റെ ബേസിസിൽ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a group of village during Chola period is called. A group of village during Chola period is called. Arun, Puram. Okay. Yes, good, good. Correct ആണ്, എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. Then administration of Bukti was done by which agency during Gupta period?
administration of Bhukti was done by which agency during Gupta period? Ubarigas. Okay, okay, good. ഇനി ട്രൂ ഓർ ഫാൾസ് ആണ് സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ മതി. ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് പറഞ്ഞാൽ മതി. During Chola period, there exists a committee called Sabha. First statement ആണ്. There exists a committee called Sabha. And Sabha contain both Brahmins and Shudra. രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ both 1 and 2 കൊടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ only 1. രണ്ടും തെറ്റാണെങ്കിൽ രണ്ടൊന്നും കൊടുക്കാം. ഓൺലി 1 കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതായത് പണ്ട് എങ്ങനെയായിരുന്നു നമുക്ക് എ കറക്റ്റ് ബി കറക്റ്റ് അങ്ങനെയും ചോദിക്കാറുണ്ട്. ഇപ്പൊ ട്രെൻഡ് മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണേ ശരിയുള്ളൂ. അപ്പം അത് ഏതാന്ന് പോലും നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ആ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ട്രെൻഡ് കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്, ഓൺലി 1. ഓക്കെ, ഓൺലി 1. ഓക്കെ, യെസ്, കാരണം എന്താ സഭയിൽ എന്താണ് ബ്രാഹ്മിൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, കറക്റ്റ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലൊക്കെയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരിക. ഉണ്ടോ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? Okay. 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 So thank you all. Bye.